ഹലോ, വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ഹെയറിന് എങ്ങനെ നല്ലൊരു പാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അലവേറ വേണം, ഒനിയൻ അതായത് നമുക്ക് ചെറിയ ഉള്ളി, മുരിങ്ങയില, പിന്നെ നമുക്കറിയാം തലേന്നൊക്കെ നമുക്ക് കഞ്ഞി വെടിച്ച വെള്ളം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള എന്താ പറയുക, നമ്മളതിനെന്താ പറയുക, കഞ്ഞിവെള്ളം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ കഞ്ഞിവെള്ളം നമുക്കൊരു ഗ്ലാസ് എടുക്കാം. പിന്നെ നമുക്ക് നവരയില എന്നാണ് ഇവിടെ പറയുന്നത്, അവിടെ എന്താണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നവരയില വേണം, തുളസി വേണം, പിന്നെ കുറച്ച് പേരയില, ഒരു 4-5 പേരയില എടുത്തിട്ടുണ്ട്. പിന്നെ തലേ ദിവസം ഞാൻ കോരാനായിട്ട് വെച്ചിരുന്ന കുറച്ച് ഉലുവ, ഒരു 3-4 സ്പൂൺ ഉലുവ, ആൻഡ് പിന്നെ എന്താ പറയുക, കുറച്ച് ഗ്രീൻ ഗ്രാം, അതായത് കുറച്ച് പച്ചപ്പയർ. അത് നിങ്ങളുടെ മുടിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പം എൻ്റെ മുടിക്കനുസരിച്ച് ഒരു 3 സ്പൂൺ ഉലുവ, 3 സ്പൂൺ പയർ, ഗ്രീൻ ഗ്രാം, ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്കനുസരിച്ചുള്ള തോതിൽ നിങ്ങൾക്ക് എടുക്കാം. അടുത്ത് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ യൂസസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില നമുക്കറിയാം, അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നു, നമ്മുടെ ഹെയർ ഫോളിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അലവേറ നല്ലൊരു മോയ്സ്ചറൈസ് ആണല്ലേ, അപ്പോൾ നമുക്ക് ഫ്രഷ് അലവേറ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഫ്രഷ് ആയിട്ടുള്ള അലവേറ എടുക്കുക. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡ്രൈ ഹെയറിന് നല്ലൊരു മോയ്സ്ചറൈസറായിട്ടും അത് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ പേരയിലയാണ്. വീട്ടിലെല്ലാവർക്കും പേരയില ഉണ്ടായിരിക്കും. ചിലപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ കിട്ടുന്ന ടൈമിൽ മാത്രം നമുക്ക് ഗുവാ ലീവ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഉണ്ടെങ്കിൽ എടുക്കുക. നമ്മുടെ ഹെയർ ഫോളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. പെട്ടെന്ന് പുതിയ മുടി വന്നിട്ട് കിളിർക്കാനും, അതോടൊപ്പം തന്നെ അതിൽ വൈറ്റമിൻ ബി ആൻഡ് സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ലോസിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പേരയില എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ചെറിയ ഉള്ളി. ഇപ്പോൾ സവാള എടുക്കുന്നവരുണ്ട്, അങ്ങനെ എടുക്കുന്നവർക്ക് എടുക്കാം. ചെറിയ ഉള്ളി എടുക്കുന്നവർക്ക് ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളിയാണ് നല്ലത്. നമ്മുടെ ഹെയർ ലെങ്ത് അനുസരിച്ച് 4-5 ചെറിയ ഉള്ളി നമുക്കെടുക്കാം. ഇപ്പോൾ ഷോർട്ട് ഹെയറൊക്കെ ഉള്ളവർക്ക് ഒരു 3-4 സ്മോൾ ഒനിയൻ മതി. കുറച്ചുകൂടെ ഹെയർ ലെങ്ത് അത്യാവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു 5-6 സ്മോൾ ഒനിയൻ എടുക്കുക. സൾഫർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടും നമ്മുടെ ഹെയറിലുള്ള ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു സ്മോൾ ഒനിയൻ യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരുപാട് ഹെയർ ലോസ് ഉള്ളവർക്കും ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്കറിയാം തുളസി എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറൽ പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിന് നല്ലതാണ്. അതൊരു ഹെർബൽ പ്രോഡക്റ്റാണ്. നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയും നമുക്കുണ്ടാകുന്ന ഹെയർ ഫോളിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും തുളസി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീട്ടിലൊക്കെ തുളസി ഉണ്ടെങ്കിൽ ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നവരയില എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് നവരയില. പണ്ടൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നവരയില എന്താ പറയുക, കഷായം അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതൊന്ന് കയക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ തലയിൽ നീരൊക്കെ ഉപയോഗിക്കാൻ, ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്നീസിങ് ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവർക്ക്, ബ്രീതിങ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ഈ നവര ലീഫ് എടുക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. നല്ല കട്ടി കഞ്ഞിവെള്ളം അതെടുക്കുക. അപ്പോൾ നമ്മൾ ഈ അരയ്ക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യാതെ ഈ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് നമുക്ക് അരയ്ക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് വേണ്ട ഉലുവയും പയറും നമുക്ക് തലേ ദിവസം കോരാനിട്ട് ഉപയോഗിക്കാം. നല്ലൊരു നാച്ചുറൽ പ്രോട്ടീനാണ് നമ്മുടെ ഫെനുഗ്രീക്കും നമ്മുടെ ഗ്രീൻ ഗ്രാമൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ പ്രോട്ടീൻ, നമ്മുടെ ഹെയറിന് കൊടുക്കാൻ പറ്റുന്ന നാച്ചുറൽ പ്രോട്ടീൻസാണ്. തലേ ദിവസം തന്നെ കോരാനിടാം. നിങ്ങളുടെ ഹെയർ ലെങ്ത് അനുസരിച്ച് 3 സ്പൂണോ, ഇപ്പം ഷോർട്ടായിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂണും, അത്യാവശ്യം ലെങ്തുള്ള ഹെയർ ആണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പയറും ഉലുവയും അതോടൊപ്പം ഒരുമിച്ച് കോരാൻ നൈറ്റ് സോക്ക് ചെയ്തിട്ടിട്ട് പിറ്റേന്ന് നമുക്കത് കുതിർത്തിരിക്കും. അതിന് നമുക്ക് ഈ കഞ്ഞിവെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കതിന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല, കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട്
നമുക്കതിനെ എന്ത് ചെയ്യാം, അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള നീം ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അരയ്ക്കുമ്പോൾ അതുകൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഞാനത് മറന്നുപോയി പറയാനായിട്ട്. അപ്പോൾ എൻ്റെ ഇവിടെ എന്തല്ല ഫ്രഷ് ആയിട്ടുള്ള നീം ലീവ്സ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നീം പൗഡർ, ഓർഗാനിക് ആയിട്ടുള്ള നീം പൗഡർ 2 സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയറിന് നീം പൗഡർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കാവുന്നത്, നമുക്ക് വീക്കിലി ടോയ്സ് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ളവർ മസ്റ്റ്ലി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എത്രയായാലും 1 മന്ത് കൺസിസ്റ്റൻസി ആയിട്ട് ഒരു വീക്കിൽ 2 ദിവസം തന്നെ, അതായത് ഒരാഴ്ച 2 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് ഇതിന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങൾ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഓവർനൈറ്റ് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നവരുണ്ട്. അതായത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാതെ ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് കിടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ പിറ്റേന്ന് ഒരു 30 മിനിറ്റ്സൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഫ്റ്റർ 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഈ ഉച്ചി തിരിച്ച് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഹെയർ പാക്കും ഹെയർ ഒന്ന് തിരിച്ച് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിലൊരു ഹെയർ ബാൻഡ് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു 1 അവറൊക്കെ, ഞാനൊക്കെ 1 അവറൊക്കെ നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹെയറിൽ. ഇപ്പോൾ സ്നീസിങ് പ്രോബ്ലം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ളവർക്ക്, വേറെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്കും നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1 അവർ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും തലയിൽ നല്ല രീതിയിൽ നമുക്ക് ഡ്രൈ ചെയ്യുന്ന ഫീൽ ചെയ്യും. അതാണ് ഡ്രൈ ചെയ്യുന്നവർ നല്ല രീതിയിൽ വെക്കുക കേട്ടോ. ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിക്കുമ്പോൾ അതിനുള്ള സത്തെല്ലാം പോകും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നാച്ചുറലായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ അരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ പേടിക്കേണ്ട അതിൻ്റെ കൊത്തൊക്കെ നമ്മുടെ തലയിൽ ഇരിക്കുമോ എന്നുള്ളത്. നമ്മൾ മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു, കണ്ടീഷണർ, ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് നല്ല മസാജ് ചെയ്ത് നമ്മുടെ ഷാമ്പു ഉപയോഗിക്കുന്നതോടൊപ്പം ഈ ഒരു നമ്മുടെ ഹെയറിലുണ്ടാകുന്ന അതിൻ്റെ ആ വേസ്റ്റ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കൊത്തൊക്കെ മാറുന്നതാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ മൈൽഡ് ഷാമ്പു ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാം. അതോടൊപ്പം ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ആകുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു പൊടിപടലങ്ങളും അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ നമ്മുടെ ഹെയറിൽ നിന്ന് റിമൂവ് ആവും. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യുക, ഹെയർ ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ ഏത് സെറമാണോ അപ്ലൈ ചെയ്യുന്നത്, ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഹെയറിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഹെയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെറം ഉപയോഗിക്കാം. അപ്പോൾ സെറം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെയർ പാക്ക്. ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൈഡിലൊരു ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ പാർട്ടിസിപ്പേഷനിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയുവാനുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താ, നമുക്ക് ബെറ്ററായിട്ട് ഏത് യൂസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.